നമ്മൾ വരയ്ക്കുന്നൊരു ചിത്രത്തിന് ജീവൻ നൽകുന്നത് അതിലെ കണ്ണുകളാണ്. എന്നാൽ ആ ചിത്രത്തിലെ കണ്ണുകൾക്ക് ജീവൻ നൽകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിട്ട് തോന്നും. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, നമുക്കൊരു റിയലിസ്റ്റിക് ആയി വരച്ചു നോക്കാം. അപ്പം ഞാൻ ലോങ് പോയിന്റഡ് ആക്കിയ ഒരു 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ലോ പ്രഷറിലാണ് കേട്ടോ ഞാൻ സ്കെച്ച് ചെയ്യുന്നത്. പെൻസിലിൻ്റെ മുകളിലുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പെൻസിലിൻ്റെ സെൻറ്റർ ഭാഗത്തോ അതിൻ്റെ മുകളിലോട്ടോ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അങ്ങനെ സ്കെച്ചിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കളർ പെൻസിൽ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയറിൽ ഞാൻ വൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ട് അവിടെ ഞാൻ വൈറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ വൈറ്റ് അത്യാവശ്യമാണ് അവിടെ. എന്തുകൊണ്ടാണ് വൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പിങ്ക് കളറാണ്, ഒരു ലൈറ്റ് പിങ്ക് ആണ്. അപ്പം ഇത് നമ്മൾക്ക് കണ്ണിൻ്റെ വൈറ്റ് പോർഷനിലെ സൈഡിലായിട്ടൊക്കെ റെഡിഷ് വരുന്ന ഏരിയാസിലൊക്കെ ഫില്ല് ചെയ്ത് പോകണം. ഇനി ഒരു ബ്ലാക്ക് കളർ പെൻസിൽ എടുത്തിട്ട് കണ്ണിലെ കൃഷ്ണമണി വരുന്ന ഏരിയകളിലൊക്കെ ചെറുതായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് വരുന്ന തരത്തിൽ പ്രഷർ കുറച്ചിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ ഡാർക്ക് വരുന്ന ഏരിയയിൽ കുറച്ച് അമർത്തിയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ണിലെ ഹൈലൈറ്റും പിന്നെ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ മാക്സിമം വൈറ്റ് ഇങ്ക് പെന്നൊന്നും യൂസ് ചെയ്യാതെ തന്നെ പേപ്പർ വൈറ്റ് ആക്കിയിട്ട് വിട്ടിട്ടാണ് ഈ ഹൈലൈറ്റൊക്കെ അവിടെ നിലനിർത്തിയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു ലെയറിൽ ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്, ഒരു ഡാർക്ക് റെഡാണ്. കാരണം ഇത് കുറച്ച് റെഡിഷ് ആയിട്ടുള്ളൊരു ഐ ആണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ റെഡ് അവിടെ വാല്യൂ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ആ ഒരു റെഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ബ്ലൂയിഷ് ആയിട്ടുള്ള കണ്ണുകളാണ് നിങ്ങളെ റെഫറൻസ് പിക്ചറിലുള്ളെങ്കിൽ, അല്ലെങ്കിൽ ബ്ലൂയിഷ് ലൈറ്റ് അടിക്കുന്ന കണ്ണുകളൊക്കെ ആണെങ്കിൽ മാക്സിമം ബ്ലൂ ഷെയ്ഡുകൾ കൊടുത്തിട്ട് ചെയ്യാൻ നോക്കാം. എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ കൂടുതൽ ലെയറായിട്ട് കളറുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതായിട്ട് മാറും. ഇനി വീണ്ടും ബ്ലാക്ക് എടുത്തിട്ട് അതിൻ്റെ മേലെ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി പ്രഷർ കൂട്ടിയിട്ടാണ് ഇത്തവണ ചെയ്യുന്നത്. മാക്സിമം ഡെപ്തിൽ നമുക്ക് കളർ ആഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഒരു വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ കൃഷ്ണമണിയുടെ ആ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജസൊക്കെ ഒരു വൈറ്റിലേക്ക് ലയിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. കാര്യം അവിടെയാണ് നമ്മുടെ ഏജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നത്. നമ്മൾ ചെറിയ കുട്ടികളുടെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്ലാക്ക് ആയിരിക്കും അവിടെ വരിക. ഇനിയിപ്പോൾ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾ ആ ഒരു വൈറ്റിലേക്ക് ലയിച്ച് നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. ഇനി ഒരു ഡാർക്ക് റെഡ് പെൻസിൽ എടുത്തിട്ട് ആ ഒരു കണ്ണിൻ്റെ റെഡിഷ് ആയിട്ടുള്ള ഉള്ളിലത്തെ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡാർക്കിൽ തന്നെ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടാതെ കണ്ണിൻ്റെ അകത്തുണ്ടാകുന്ന വെയിൻസ് കാര്യങ്ങളൊക്കെ റെഡിഷ് ആയിട്ട് തോന്നും. അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് കരുതിയിട്ട് അധികം പ്രഷർ കൊടുക്കുന്നില്ല അവിടെ ഒന്നും. ഇനിയിപ്പോൾ കുറച്ച് പ്രഷർ കൂട്ടി ചെയ്താൽ പോലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന്. വൈറ്റിൻ്റെ അകത്ത് ഏത് കളർ ചെയ്ത് കഴിഞ്ഞാലും അത് വൈറ്റിലേക്ക് ലയിച്ച് നിൽക്കുന്നതായിട്ട് തന്നെ തോന്നും. ഇനിയൊരു ബ്ലാക്ക് കളർ പെൻസിൽ എടുത്തിട്ട് കണ്ണിൻ്റെ പീലി വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ലൈറ്റ് വരുന്ന ഏരിയ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പിങ്ക് കളർ എടുത്തിട്ട് ചെറുതായിട്ട് അവിടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇനിയിപ്പം വീണ്ടും ഞാൻ റെഡ് കളർ പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ താഴെ വരുന്ന ഭാഗങ്ങളിലൊക്കെ കണ്ണിൻ്റെ താഴെ വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ മാത്രമേ അവിടെ പ്രഷർ കുറച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഇനിയൊരു ബ്രൗൺ കളർ പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ ഡാർക്ക് വരുന്ന ഏരിയയിൽ ഈ റെഡിൻ്റെ മേലെയായിട്ടൊക്കെ കവർ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ വക കളേഴ്സൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രഷർ കുറച്ചിട്ട് എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രഷർ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം പ്രഷർ കൂട്ടി ചെയ്യുക. ഇനി ഇതിൻ്റെ മേലെ ഞാൻ പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി സ്കിൻ കളറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു പിങ്ക് ഞാൻ കൂടുതൽ ഏരിയയിൽ ബേസ് കളറായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പുരികം വരുന്ന ഭാഗങ്ങളിലൊക്കെ എല്ലാം ലയിച്ച് നിൽക്കുന്ന രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ബ്ലാക്ക് തന്നെ എടുത്തിട്ട് നമുക്ക് ഡാർക്ക് വരുന്ന ഏരിയകളിലൊക്കെ കൂടാതെ പീലി വരുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ചുകൂടി അമർത്തിയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓറഞ്ച് കൂടി ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ സ്കിന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ. അതുപോലെ തന്നെ റെഡ് എടുക്കുന്നുണ്ട്, ബ്രൗൺ എടുക്കുന്നുണ്ട്. നേരത്തെ പ്രോസസ്സ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് കുറഞ്ഞ ഏരിയയിൽ ഡാർക്കും ലൈറ്റ് വരുന്ന ഏരിയയിൽ ആ ലൈറ്റ് നിലനിർത്തിയിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡാർക്ക് വരുന്ന ഏരിയയിൽ റെഡും ബ്രൗണും ബ്ലൂ ഒക്കെ യൂസ് ചെയ്യും പോലെ തന്നെ ലൈറ്റ് വരുന്ന ഏരിയയിൽ ഓറഞ്ച്
പിങ്ക് കളേഴ്സാണ് ഞാൻ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഐബ്രോ ചെയ്യണം. അപ്പോൾ ഐബ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റെഡാണ് ബേസ് ലെയർ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മേലെ നമുക്ക് ബ്ലൂ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, എന്നിട്ട് വേണം ബ്ലാക്കിലേക്ക് എത്താൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്കിന് മുന്നിലായിട്ട് ഞാൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. ബ്ലൂ എടുത്തിട്ട് ആ ഒരു പുരികത്തിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പ്രഷർ കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ അതും ചെയ്യുന്നത്. ഇനി സ്കിന്നിലോട്ട് ലയിച്ചിരിക്കുന്ന ആ ഒരു പുരികത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ റെഡ് വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ പുരികത്തിലുള്ള ഓരോ ഇഴകളും നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. അപ്പം പ്രഷറിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കൂടാതെ ശ്രദ്ധിച്ചിട്ട് മെല്ലെ ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ മുടിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അതുപോലെ വിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ വീണ്ടും റെഡ് എടുത്തിട്ട് ഈ സ്കിന്നുമായിട്ട് ലയിച്ചിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടി സ്കിന്നുമായിട്ട് ലയിപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഓറഞ്ച് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്കിൻ കളേഴ്സൊക്കെ റിപ്പീറ്റായിട്ട് മേലെ ചെയ്തു പോകുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റ് എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രിക് ഇറേസർ എടുത്തിട്ട് നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ട് ഓരോ വൈറ്റും മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. കണ്ണിൻ്റെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് കിടക്കുന്ന ഹൈലൈറ്റുകൾ, അതുപോലെ പുരികത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഹൈലൈറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഇറേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വീണ്ടും റിപ്പീറ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ റെഡ്, ഓറഞ്ച്, പിങ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്കിൻ ടോണ് കുറച്ചുകൂടി ലയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഐ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.